രണ്ടു ദിവസമായിട്ടേ ബിയോമോളും കൂട്ടുകാരും പുതിയ ആൾക്കാരപ്പ കളിക്കുന്നത്. അപ്പൊ ആരൊക്കെ ഇത് കാണിച്ചു തരവാ. ആരൊക്കെ പുതിയ കൂട്ടുകാര്? ആ നമ്മള് കുറെ ദിവസത്തിന് ശേഷം കേട്ടോ നമ്മളെ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്. ഇതാ ഒരു കോഴിക്കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന നോക്കി. ഒന്ന് ഇതേതാ ആദ്യന്റെ ഏതാ? പിടിച്ചോ എന്തെങ്കിലും കളിക്കുന്നത്. ആദ്യക്ക് വെച്ചുകൊടുക്കണം. ആദ്യക്ക് തൊടാൻ പേടിയാ, എന്നാലും കളിക്കും വേണോ. പിനുവിന്റെ അവിടെ ഇപ്പൊ വേറൊരു കളിയില്ല. നമ്മളെ കൂട്ടുന്ന കുഞ്ഞുങ്ങളെ ഇതുപോലെ എടുത്തു വരും. തള്ളനെക്കാട്ടിയും കൂടുതൽ കുഞ്ഞുങ്ങൾ നിൽക്കണേ ഇവരെപ്പാട്ടോ. എന്നിട്ട് കുറെ മടുക്കുമ്പോ കൊണ്ടുവെക്കും, പിന്നെ എടുത്തിട്ട് വരും. അങ്ങനെയാണ് പരിപാടി. എന്നാ കളിച്ചോളി. സംഭവം രസമായി. പിന്നെ ഒരു കാര്യം, നമ്മളെ പെരുന്നാളിന്റെ അന്നേ ബിയമ്മോളെ പൂച്ച അടിച്ചിട്ടോ. അതുകൊണ്ട് പൂച്ചനായിട്ടുള്ള കളി നിർത്തി. എന്താ പറയാ, പെരുന്നാൾ ഇപ്രാവശ്യം ഉഷാറാക്കി തന്നു ബിയമ്മോള്. ഞാൻ പള്ളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോഴാണ് ബിയമ്മോള് രാവിലത്തെ ബിയമ്മോള് ഐസുമ്പോളും കൂടെ ചെറിയ ഇറച്ചി പൂച്ചക്കുട്ടീന്റെ വായിൽ വെച്ചോട്ടാണ്. പൂച്ചക്കുട്ടി ഇറച്ചിയല്ലട്ടെ കടിച്ചത്, ബിയമ്മോളെ വിരലെവിടെ കടിച്ച്. ഇതാ വിരലിന്റെ ഇവിടെ കടിച്ചിട്ട് പെരുന്നാളിന്റെ അന്ന് ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത് എപ്പോഴാ അറിയോ? വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. ബിയമ്മോളെ മുറിവിൽ ഇഞ്ചക്ഷൻ ചെയ്തു. കുറെ വേദനയായില്ലേ. ഇനി ജീവിതത്തിൽ ബിയമ്മോള് പൂച്ചനെ തൊടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പൂച്ചനായിട്ടുള്ള കളിയില്ല. മറ്റേ 2 പൂച്ചക്കുട്ടികൾ ഒരു പൂച്ചയായിരുന്നു അവളെ മെയിൻ പരിപാടി. ഇപ്പൊ ഇന്നിതാ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെപ്പാട്ടോ. ഇവരിങ്ങനെ കേട്ടോ കുഞ്ഞുങ്ങളെ ഉറക്കണത്. ബിയമ്മോളെ ഉറക്കണൊക്കെ മരത്തി കിടത്തിയിട്ട് പിന്നു ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. ഉറങ്ങി. അതൊക്കെ ഉറങ്ങുന്നത് പിനുവിന്റെ ഒഴിഞ്ഞു കൊടുത്താൽ അങ്ങനെ ഉറങ്ങും. ആദ്യം ഉറങ്ങണില്ല. ആദ്യം ഉറക്കെങ്ങനെയല്ലോ. ആദ്യം മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണുള്ളൂ. സംഭവം രസാണ് അല്ലേ. അപ്പൊ രസമൊക്കെ കഴിയാനായില്ലേ. നാളെ സ്കൂളിൽ ഇറക്കല്ലേ പിന്നെ. രസങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ ഇപ്പം എന്തായാലും സ്കൂളിൽ പോകുന്നോണ്ട് ഇപ്പം എന്താ ചെയ്യാ, ഇന്നത്തെ ലാസ്റ്റ് കളിയാണ് ഇങ്ങനെയൊക്കെ. പിന്നെ ബിയമ്മോളെ ഇന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ടാ. ഇവിടെ അല്ല ഇഞ്ചക്ഷൻ ചെയ്ത് വേനുണ്ട്. ഇപ്പൊ ഇവിടെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ഇനി 2 ഡോസും കൂടെ എടുക്കാണ്ട് അല്ലേ. അപ്പൊ എന്താ ചെയ്യാ, മൊത്തം 4 ഡോസ് ആയിരുന്നപ്പം 2 കഴിഞ്ഞ് 2 കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഉറപ്പിച്ച് പൂച്ചനെ കാണുമ്പോൾ ഇവൾ ഓടുക ചെയ്യുന്നത്, വരില്ല എന്ന് അറിയുന്നത്. പൂച്ചകൾക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടോ. പൂച്ചക്കുട്ടി കടിച്ചതിന് ശേഷം ഇവർ മാറിയൊക്കെ നിന്ന് അവർക്കും കറക്റ്റ് അറിയാട്ടോ എന്തോ പറ്റിയെന്നൊക്കെ ഉള്ളത്. ഇവള് കുറെ കരഞ്ഞൊക്കെ ചെയ്ത് പിന്നെ മുറിവൊക്കെ നമ്മൾ പെട്ടെന്ന് അപ്പൊ കഴുകി കൊടുത്തൊക്കെ റെഡിയാക്കി. അപ്പൊ അത് പോട്ടെ. അതിപ്പം എന്തായാലും കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് കാര്യം വരും. കളിക്കുന്ന പ്രായമല്ലേ, എത്ര പറഞ്ഞാലും അവരെ കേൾക്കൂല. ഇനി നമുക്ക് തീറ്റ കൊടുക്കണ്ടേ. അപ്പൊ ഇതല്ല കുഞ്ഞുങ്ങള് മൊത്തം നമുക്ക് പ്രാവശ്യം 5 കുഞ്ഞുങ്ങളാ. 5 7 ബാക്കി 6 ഉണ്ട് അവിടെ. നോക്കണല്ലോ. 5 ഉമ്മ പറഞ്ഞത് 5 ബിയ 6 പറയുന്നുണ്ട്. 7 ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ചത്തുപോയി, തള്ള ചവിട്ടി പോയിട്ട്. അപ്പൊ നമുക്ക് ഇനി തീറ്റ കൊടുക്കണ്ടേ. എന്നാ അടുത്ത് പോരി. ഇതെപ്പോ കൊണ്ടുപോയതാ? ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ തീറ്റ കിട്ടുന്നുണ്ടോന്ന് നമ്മൾ അറിയില്ല. പക്ഷെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് ഉറങ്ങുന്നുണ്ട്. എന്നാ എടുത്തോ. വാ ആദ്യം കൊടുക്കും. ഒന്നിനും ആദ്യം കൊടുക്ക്. നോക്കി വരണം കേട്ടോ. കോഴികൾ പുറത്തു പോവും. നാടൻ കോഴികളെ ഡോർ തുറക്കാൻ നിൽക്കുക. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ വിടുന്ന നേരമായി. ഇന്ന് പച്ചക്കറി കടയിൽ നിന്ന് ഒരു വെള്ളേരി കൊടുന്നത് കേട്ടോ. ചീഞ്ഞ വെള്ളേരി ഇങ്ങനെ കുറച്ച് ചീച്ചിലൊന്ന് നോക്കി കഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒക്കെ നല്ല തുരന്ന് എല്ലാം കറക്റ്റ് ഉൾഭാഗമൊക്കെ തീർത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് ഒരു കോഴി ഇവരെ തീറ്റ എടുക്കാൻ വേണ്ടി മുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാട്ടോ ചാക്കൊക്കെ മാറ്റി. നമ്മൾ ചാക്ക് വിരിച്ചു കൊടുത്തത് ഈ നെറ്റില് ചെറിയ കുഞ്ഞുങ്ങളെ കാല് കൊടുങ്ങും. ബിയ പറഞ്ഞ 6 കുട്ടികളുണ്ടെന്നാണല്ലോ. ഉമ്മയും ബിയനെ കോഴികളൊക്കെ നോക്കില്ലേ. ഇല്ല, ഇതിൽ 2 എണ്ണല്ലേ ബിയ. നിങ്ങളടുത്ത് 3 എണ്ണല്ലേ. 5 ഉള്ളൂ, 6 ഒന്നില്ല. അടുക്ക്. അപ്പൊ 6 എണ്ണല്ലോ. 1 ചത്തത്, 7 ഇല്ല. ബിയ മോൾക്ക് എണ്ണാൻ അറിയില്ല അല്ലേ. അപ്പൊ ബാക്കി 6 കാണണ്ടേ. ഇവിടെ ഇത് 3 ഇതിനുള്ളിൽ 2 ഉള്ളല്ലോ. ഉള്ളിലുള്ള കുഞ്ഞുങ്ങളെ കൂടെ കാണിച്ചു തരാം. അത് കാണിച്ചു കൊടുക്ക്. നല്ല കറുപ്പന്മാരാട്ടോ. ഞാൻ ഒന്നിനെ ആദിക്കതാ. തള്ള കൊത്തുട്ട് ആദിക്ക് വേണ്ട. ആദിക്ക് ഇതിനെ മാത്രമേ പറ്റുള്ളൂ അല്ലേ. ഇതിന് പിടിച്ച ഇതിനെ പേടില്ല. ഇതിനിഷ്ടം ആദ്യം കൊടുക്കണ്ട. ആദ്യം വേണ്ട അറിഞ്ഞല്ലേ. എന്നാ പിടി. അങ്ങനെ പിടി. ഇനി നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കട്ടോ. കുറച്ചുകൂടെ തീറ്റ എടുത്തേ. അപ്പൊ നാളെ മുതൽ ഇവരെ പിടിക്കാൻ ആളുണ്ടാവില്ല അല്ലേ ബിയ. പിന്നെ ബിയ സ്കൂളൊക്കെ വിട്ടു വന്നിട്ട് സ്റ്റാർട്ടർ ആട്ടോ കൊടുക്കുന്നത്. സ്റ്റാർട്ടർ ഇട്ടുണ്ട്. സ്റ്റാർട്ടറൊക്കെ തള്ള ചെനക്കി കളയും. ഇത് വെച്ചു കൊടുത്താൽ ഈ നാടൻ കോഴികളുടെ സ്വഭാവമല്ലേ ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കാതെ. അതാ കണ്ടോ കുട്ടികൾക്ക് വിശന്നിക്കണ ബിയ തീറ്റ ഒന്നുണ്ട്.
ആ അങ്ങനെ കഴിക്കണ്ടേ. എന്തായാലും പകല് ഇവരെ ചൂടും കിട്ടും, രാത്രി തള്ളന്റെ ചൂടും കിട്ടിക്കോളും. അപ്പൊ ഇനി നമ്മള് കോഴികളെ വിരിയിച്ചു തുടങ്ങും. ഇതിപ്പോ മഴയൊക്കെ പിടിക്കാനായതുകൊണ്ട് ഉമ്മ ഒന്ന് വെച്ച് നോക്കിയതാ. നല്ല വേനലായപ്പോ നമ്മൾ വിരിക്കലൊക്കെ നിർത്തിയതാണ്. കോഴികൾ കുറെ ഏതാ ഭീമോള് മുട്ട എടുത്ത് തരുന്നുണ്ട്. ഇനിയുണ്ടോ നോക്കി നോക്കി. ഭീമോള് കോഴീന്റെ ആയിട്ടേ എന്നിട്ടുന്ന മുട്ടകളാട്ടോ. ഇല്ല 4-4 പിടിച്ചു. ഇതൊക്കെ പൊരുതി കിടക്കുന്ന കോഴികളാ. പിന്നെ നമുക്ക് മുട്ട വെച്ചു കൊടുക്കാം. അങ്ങോട്ട് കൊണ്ടുപോട്ടോ, പിടിച്ചോ. കണ്ടില്ല നാടൻ കോഴിന്റെ സ്വഭാവം, ഇങ്ങനെ ചിക്കിക്കളയും. അതുകൊണ്ട് ചാക്ക് വിരിച്ചുകൊണ്ട് കുറെ അതിന് കിട്ടും. എന്തായാലും സ്വഭാവം കാണിക്കാതെ നാടൻ. അപ്പൊ ഇത്രയും സമയം നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിയത് ആദ്യം ബിയും ഫിനിയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേ മുട്ട ഉണ്ട് കേട്ടോ. എനിക്കുണ്ടോന്ന് ഇതാ 4 മുട്ട കിട്ടിയത്. അത് ആദ്യം എടുത്തോട്ടോ. എന്താ ചെയ്യാ മുട്ട കിട്ടിയാല്? എന്തായിട്ട് ഫിനോ? ഇവനെന്ത് ഇവ ഇങ്ങനെ പറയാലോ, ഒന്ന് ചോദിച്ചാ പറയൂല, അല്ലെങ്കിൽ അങ്ങനെ പറയൂ. അപ്പൊ നമ്മളെ ഒരിക്കപ്പോഴാ പറയണല്ലേ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നിർത്താന്. അപ്പൊ പറയാനുള്ളത്, ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾ ഇനി അടയൊക്കെ വെക്കട്ടെ. അല്ല, കോഴിക്കുഞ്ഞുങ്ങൾ അട വെക്കാന്നല്ല, കോഴികളെ അട വെക്കാം. നല്ല സമയമാണ് അങ്ങോട്ട് വിരിഞ്ഞു കിട്ടാനൊക്കെ. ഇനി മഴയൊക്കെ പിടിച്ചോണ്ട് അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട്, ചൂടത്ത് വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ കോഴിപ്പേന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ വെക്കാൻ കുറച്ച് വൈകിട്ട്. ഇപ്പൊ ലാസ്റ്റ് മഴ ഇങ്ങനെ തുടങ്ങിയതുകൊണ്ടാണ് വെച്ചു കൊടുത്തത്. അപ്പൊ നല്ല പറ്റിയ സമയമാണ്. നാടൻ കോഴി ഉള്ളവരൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഇതുപോലെയൊക്കെ അട വെച്ച് വിരിയിക്കുക. ഈ കാണുന്ന ഷെഡിലുള്ളതൊക്കെ ഇവിടെ ഞങ്ങൾ അട വെച്ച് വിരിയിച്ച കോഴികളാണ്. ഒന്നും നമ്മൾ വാങ്ങിച്ചതൊന്നുമല്ല. ഇവിടെ ഓരോ ബാച്ച് നമ്മൾ വിരിയിച്ചെടുക്കും. ഇത് കാണാം, ഒരു ചെറിയ പൂവന്മാരൊക്കെ കാണാം, ഇടത്തരം പൂവന്മാരൊക്കെ. അതൊക്കെ മുന്നേ നമ്മൾ കാണിച്ചിരുന്ന നല്ല ചെറിയ കുഞ്ഞുങ്ങളായ അവരിപ്പോൾ നമ്മൾ വലിയ ഷെഡിലേക്ക് മാറ്റി. പിന്നെ കുറെ ഗ്യാപ്പ് വന്ന് ആയിക്കോട്ടെ. അപ്പൊ എന്നാലും വീഡിയോ നിർത്തല്ലേ. വീഡിയോ നിർത്താന്ന് പറഞ്ഞാൽ ഇതുവരെ നിർത്തിയിട്ടില്ല. അപ്പൊ ഇതുപോലെ നാടൻ കോഴികളെ അട വെച്ച് വിരിയിക്കുക. ഇൻക്യുബേറ്ററിനെക്കാട്ടി ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെ വിരിയിക്കുന്നതാണ്. എല്ലാം മുട്ടി ഏകദേശം വിരിഞ്ഞും കിട്ടും.